വയനാട് മേപ്പാടി ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയിലും കരാർ കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചോ എന്നതിലും അന്വേഷണം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. തുരങ്കപാത നിർമ്മാണം ഇനി പഠനശേഷം മാത്രം. മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട്ടിലേക്ക്. കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയിൽ സർക്കാരിന് എതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. വിവാദ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്ക് എതിരെ കോടതിയലക്ഷ്യ കേസെടുത്ത് ഹൈക്കോടതി. ഉത്തരവിറക്കിയ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു IAS വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ്. സർക്കാർ അനുമതി ഇല്ലാതെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദാനിയുടെ അപേക്ഷ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന താൽപര്യം ബലികഴിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി. കരാർ കമ്പനി നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PSC ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്ന് മുഖ്യമന്ത്രി. KS പരീക്ഷയിലും ആരോപണം ഉയർന്നിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി. ഹോർമൂസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച് അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ആക്രമണം സ്ഥിരീകരിച്ച് US സെൻട്രൽ കമാൻഡ്. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3ാം സമ്മാനം 25 ലക്ഷമാക്കി. സമ്മാന ഘടനയിൽ മാറ്റം വരുത്തി. ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 500 രൂപയാണ് ടിക്കറ്റ് വില. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനിയിലെ തൊഴിൽ പ്രതിസന്ധി തുടരുകയാണ്. ജീവനക്കാർക്ക് ഇന്നും ഓഫീസിൽ പ്രവേശിക്കാനായില്ല. കമ്പനിയുടേത് നിഷേധാത്മക നിലപാടാണെന്നും ചർച്ചയ്ക്ക് എത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. അതിനിടെ ജീവനക്കാർക്ക് ഐക്യദാർഢ്യവുമായി AIYF കമ്പനിയിലേക്ക് മാർച്ച് നടത്തി. ബംഗാളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്നു. സൗത്ത് 24 പർഗനാസിലെ ബരായിപൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രഭാസ് മണ്ഡലാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുന്നതിനിടെ പ്രതി പോലീസിൽ നിന്ന് ആയുധം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു.